ഹായ് പ്ലസ് വൺ മക്കളെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഏതൊരു പ്ലസ് വൺ വിദ്യാർത്ഥിയും ആഗ്രഹിച്ച സ്വപ്നം കണ്ട ഒരു ടൈം ടേബിൾ ആണ് ഇത്തവണ മാർച്ചിൽ നിങ്ങൾക്കുള്ളത്. യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. നിങ്ങൾ ആക്ച്വലി ഭാഗ്യം ചെയ്ത ബാച്ചാണ് ഞാൻ നിങ്ങളോട് പറയുള്ളൂ. കാരണം മുൻ വർഷങ്ങളിലെ ബാച്ചും അവരെ ടൈം ടേബിൾ ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് തീരെ ഗ്യാപ്പില്ലായിരുന്നു. അടുപ്പിച്ച് എക്സാംസ് ആയിരുന്നു. പ്രോപ്പറായിട്ട് സ്റ്റഡി ലീവ്സ് ഇല്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ദിവസങ്ങൾ കുറവുണ്ടായിരുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനേ നിങ്ങൾക്ക് വരുന്നില്ല. നമുക്ക് ടൈം ടേബിൾ പെട്ടെന്ന് തന്നെ നോക്കാം. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 5-നാണ്. അന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്. നിങ്ങളുടെ മോഡൽ എക്സാം ഫെബ്രുവരി 26-ന് തീരും. 16-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 26-ന് തീരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യാം. വേറെ സബ്ജക്ട്സ് ഒന്നും പഠിക്കണമെന്നില്ല. ഇനി അത് കഴിഞ്ഞ് വരുന്നത് പിന്നീട് നിങ്ങൾ നോക്ക്, വലിയൊരു ഗ്യാപ്പാണ്. മാർച്ച് 5 കഴിഞ്ഞാൽ മാർച്ച് 11-നാണ് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ചൂസ് ചെയ്ത അറബി ആവട്ടെ, മലയാളം ആവട്ടെ, ഹിന്ദി, സംസ്കൃത്, ഉറുദു പോലുള്ള സബ്ജക്ട്സാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഗ്യാപ്പുകൾ നിങ്ങൾക്ക് തോന്നുമെങ്കിലും കെമിസ്ട്രി മാർച്ച് 13-നുണ്ട്. സത്യത്തിൽ ഈ ഗ്യാപ്പ് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? സെക്കൻഡ് ലാംഗ്വേജ് വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ കൂടിപ്പോയാൽ 1-1.5 ദിവസമോ 2 ദിവസം തികച്ച് മാറ്റി വെക്കേണ്ട സെക്കൻഡ് ലാംഗ്വേജിന്. ആ ലീവുകൾ കംപ്ലീറ്റ് നിങ്ങൾ എന്തിനു മാറ്റി വെക്കുക? കെമിസ്ട്രിക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. യാതൊരു കുഴപ്പമില്ല. പിന്നെ ആ 13-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് എക്സാം ഉള്ളത് മാർച്ച് 16-ന് ബയോളജിയാണ്. അപ്പോൾ ബയോളജി സ്റ്റുഡൻസിന് കെമിസ്ട്രി കഴിഞ്ഞിട്ട് 2 ദിവസം പൂർണ്ണമായിട്ട് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഈവൻ ഇവിടെ വരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസമൊക്കെ ബയോളജിക്ക് മാറ്റി വെച്ചാൽ വലിയ ടെൻഷൻ ഇല്ലാതെ കവർ ചെയ്യാൻ പറ്റും. ബയോളജി കുറച്ച് കൂടുതൽ ടൈം വേണ്ടതാണ്. സ്റ്റിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല മക്കളെ. ഈ ഗ്യാപ്പ് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നിങ്ങൾ പ്രോപ്പറായി പഠിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇത് ദിവസങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. CSE സ്റ്റുഡൻ്റ് ആണെങ്കിൽ കെമിസ്ട്രി കഴിഞ്ഞിട്ട് 1, 2, 3, 4 ദിവസം കംപ്ലീറ്റ്ലി കിട്ടുകയാണ് CS കുട്ടികൾക്ക്. അവർക്ക് മാർച്ച് 18-നാണ് CS എക്സാം വരുന്നത്. പിന്നീട് ലോങ് ഗ്യാപ്പ്. നിങ്ങളുടെ പേടി സ്വപ്നമായ ഫിസിക്സ് അത് മാർച്ച് 23-നാണ്. നിങ്ങൾ നോക്ക്, ബയോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 1, 2, 3, 4, 5, 6 ഫുൾ ഡേ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ കിട്ടുകയാണ്. CS കുട്ടികളാണെങ്കിൽ അത് എന്ത് ചെയ്യും? ഒരു 5-ലേക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിലേക്ക് കിട്ടുകയാണ്. സ്റ്റിൽ ഒരു കുഴപ്പങ്ങളും നിങ്ങൾക്ക് അവിടെ വരാൻ പോകുന്നില്ല. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ പേടി സ്വപ്നമാണ് മാത്സ്. അവിടെയും നിങ്ങൾക്ക് എന്താണ് മാർച്ച് 27 ഫൈനൽ എക്സാം ആണ്. വലിയൊരു ഗ്യാപ്പ് കിട്ടുന്നു. 3 ഫുൾ ഡേ കിട്ടുന്നു. ഇനിയും ചില ആൾക്കാർ നെഗറ്റീവ് അടിക്കും, അയ്യോ ഈ ടൈം ടേബിളും ഇതൊന്നും പോരാ, ഇതിനേക്കാൾ വലിയ ഗ്യാപ്പ് വേണം, നിങ്ങളൊന്നും ആവശ്യപ്പെടരുത് മക്കളെ. ഇത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയ ടൈം ടേബിൾ ആണെന്ന് പറയാം. പക്ഷേ ഇതിലൊരു ചെറിയൊരു ട്വിസ്റ്റ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ വർഷത്തെ അത് എസ്പെഷ്യലി നോമ്പ് പിടിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്ക് ഫിസിക്കലി ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ സമയങ്ങളിൽ നോമ്പ് വരുന്നുണ്ട്, അതായത് റമദാൻ മാസം വരുന്നുണ്ട്. ആൻഡ് ഈദ് നമ്മളുടെ ഒഫീഷ്യലി ഇപ്പം പല കലണ്ടറിലും എന്താണ് ഈദ് ഇപ്പോൾ 20-ലാണ് കാണുന്നത്. മാർച്ച് 20 ഓർ 19-ന് വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചില കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഒരു ദിവസത്തെ കാര്യമാണെങ്കിൽ മാറ്റി വെച്ചാൽ പോലും അവിടെ ഗ്യാപ്പുകൾ വരുന്നുണ്ട്. സോ വലിയ പ്രശ്നങ്ങളുമില്ല. പിന്നെ ആ ഒരു നോമ്പിൻ്റെ കാലത്ത് ഒരു പ്രശ്നമുണ്ട്. പിന്നെ മാർച്ച് മാസം ചൂടൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു, ഇത് നിങ്ങൾക്ക് നല്ല ഹാപ്പി ന്യൂസ് ആണ്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനു വേണ്ടി എങ്ങനെ പഠിക്കണം എന്നും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. സോ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, ടെൻഷൻ അടിക്കേണ്ട, നല്ല ടൈം ടേബിളാണിത്.